ഹോം പദ്ധതിയിലൂടെ പിതാവ് കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്. അപ്പോൾ ആ മെസ്സേജിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ പല ദേവാലയങ്ങളും ഒരുപാട് വലിയ എമൗണ്ടുകൾ ചെലവാക്കിയിട്ടാണ് മൂടി പിടിപ്പിക്കുന്നത്. ഈ ഒരു സന്ദേശവും ഇത്തരത്തിൽ ആർഭാടപൂർണമായി ദേവാലയങ്ങൾ പണിയുന്ന ഒരു സാഹചര്യം കൂടി താതാത്മ്യപ്പെട്ടു പോകുന്നതാണോ എന്നുള്ളതാണ്. അതായത് ദേവാലയം എപ്പോഴും ഏറ്റവും വൃത്തിയുള്ളതും പ്രാർത്ഥിക്കാൻ ജനങ്ങൾക്ക് വരാനായിട്ട് സൗകര്യമുള്ളതും അതോടൊപ്പം തന്നെ ഭംഗിയായിട്ടുള്ളതുമായിരിക്കും. കാരണം അതിനൊരു റോയൽ ഡെക്കറുമുണ്ട്. അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഭവനമാണ്, അത് ഏറ്റവും ഭംഗിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈശോ തന്നെ ഈശോയുടെ പാദങ്ങൾ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ യുദാസ് പറഞ്ഞു, ഈ പണം ഉപയോഗിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ എന്ന്. അപ്പോൾ പറഞ്ഞു, പാവപ്പെട്ടവർ നിങ്ങളോടൊപ്പം ഉണ്ട്, ഇത് എന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഒരുക്കമായിട്ട് ചെയ്തതായിട്ട് കരുതിയാൽ മതി. അപ്പൊ അതിന് യേശു ഉദ്ദേശിച്ചതാണ് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും ഭംഗിയായിട്ടും നിർവഹിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് സാമൂഹ്യ പ്രതിബദ്ധത പ്രകടമാക്കുകയും വേണം. ഇവിടെ ദേവാലയങ്ങൾ നിർമ്മിക്കുന്നത് മനോഹരമായിട്ട് നിർമ്മിക്കുന്നതിൽ തെറ്റില്ല, അത് ചെയ്യുക തന്നെ വേണം. കാരണം അത് ദൈവത്തിന്റെ സാന്നിധ്യം പ്രകടമാക്കുന്ന ഭവനങ്ങളാണ്. അത് മറ്റു വീടുകളെക്കാൾ ഭംഗിയായിട്ട് ആയിരിക്കണം. എന്നാൽ ധൂർത്ത് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളിൽ സഭ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഒന്ന്, കുടുംബ നവീകരണ പ്രവർത്തനങ്ങൾക്ക് സഭ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മദ്യവിരുദ്ധ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് പ്രവർത്തനങ്ങൾക്ക് സഭ നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ കുടുംബങ്ങളിൽ കലഹങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഒപ്പം തന്നെ മദ്യം ഉപയോഗിക്കുന്ന, അടുത്തിടെയൊക്കെ വന്നൊരു കണക്കുകൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൈസ്തവ സമൂഹം കൂടുതൽ പാർക്കുന്ന മേഖലകളിലാണ് കൂടുതൽ ഉപഭോഗം കണ്ടുവരുന്നത്. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിന് എന്ത് പ്രതിവിധിയാണ് സഭയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിയാറുള്ളത്? സഭ എപ്പോഴും ഒരു ആത്മീയമായിട്ടുള്ള നവോത്ഥാനം വ്യക്തികളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ് സഭ. അതുകൊണ്ടാണ് മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളും മദ്യവർജന പ്രസ്ഥാനങ്ങളും വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ രൂപതയിൽ തന്നെ നവചൈതന്യം എന്നുള്ള പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ സാൻജോ സദൻ ഡി അഡിക്ഷൻ സെന്ററും ഒക്കെ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഈ രൂപതയിൽ തന്നെയല്ല, മറ്റു രൂപതകളിൽ നിന്നുള്ളവരും ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റു മതസ്ഥരിൽ നിന്നുള്ളവരും ഇതിന്റെ ആനുകൂല്യങ്ങൾ പങ്കുപറ്റുന്നുണ്ട്. ഇന്നത്തെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട്, കൺസ്യൂമറിസത്തിന്റെ ഭാഗമായിട്ട്, സെക്കുലറിസത്തിന്റെ ഭാഗമായിട്ട്, ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് കുടുംബത്തിലെ കൂട്ടായ്മയൊക്കെ അന്യം നിന്ന് പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് കുടുംബങ്ങളിൽ മക്കൾ മാതാപിതാക്കൾക്കെതിരെ, മാതാപിതാക്കൾ മക്കൾക്കെതിരെ ഒക്കെ കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നു, ആത്മഹത്യകളും ഉണ്ടാകുന്നു, കുടുംബത്തിലെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതൊക്കെയുണ്ട്. ഇവിടെയൊക്കെ സഭ കയറി ചെന്ന് അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കുടുംബത്തിലെ കൂട്ടായ്മ അന്യം നിന്ന് പോകുമ്പോൾ സഭ കൂടുതൽ അപ്രകാരമുള്ള കൂട്ടായ്മ വളർത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നേരത്തെ സാമൂഹ്യമായിട്ടുള്ള സ്വാധീനങ്ങൾ കുറവായിരുന്നു കുടുംബങ്ങളിൽ, ഇന്ന് സാമൂഹ്യമായ സ്വാധീനങ്ങൾ കൂടുന്നു. അതുകൊണ്ട് സഭ കൂടുതൽ ഇക്കാര്യത്തിൽ മുന്നേറുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് ക്രൈസ്തവ സഭയാണ്. വിദ്യാഭ്യാസ രംഗമായിട്ട് ബന്ധപ്പെട്ട സമഗ്ര മേഖലകളിലും ക്രൈസ്തവ സഭ നൽകിക്കുന്ന സംഭാവനകൾ കേരള സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ വേണ്ടി കഴിയില്ല. ഇരിങ്ങാലക്കുടയിലും സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഇടപെടലുകൾക്കും വളർച്ചയ്ക്കും ക്രൈസ്തവ സഭ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടലുകൾക്ക് ഇരിങ്ങാലക്കുടയിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് സഭ എപ്പോഴും പാവപ്പെട്ടവരുടെ കൂടെയാണ്, പാവപ്പെട്ടവരുടെ പക്ഷമാണ്. വിദ്യാഭ്യാസ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സഭയെ പ്രേരിപ്പിച്ചതും അന്ന് വിദ്യ നേടുന്നത് സമൂഹത്തിൽ അന്യം നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവരെ സാധാരണക്കാരന് വിദ്യാഭ്യാസം സംലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഏറെ വളർന്നു കഴിഞ്ഞു. ഇന്ന് അത് പല തലങ്ങളിലും ഒരു ബിസിനസ് വേദിയായിട്ട് പോലും തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇനി സഭയ്ക്ക് ചെയ്യാവുന്ന വലിയൊരു കാര്യം, പാവപ്പെട്ടവന് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും.
കേരള രാഷ്ട്രീയത്തിൽ സഭ വളരെ ശക്തമായ ഇടപെടലുകളാണ് സമീപകാലത്ത് നടത്തിവരുന്നത്. എന്നാൽ തൃശൂർ, ചങ്ങനാശ്ശേരി, താമരശ്ശേരി രൂപതകൾ എടുത്ത അത്രയ്ക്കും തീവ്രമായ നിലപാടുകൾ ഇരിങ്ങാലക്കുട രൂപത എടുത്ത് കാണുന്നില്ല. ഈ ഒരു നയത്തിൽ വ്യതിയാനങ്ങൾ പ്രതീക്ഷിക്കാമോ? സഭ എപ്പോഴും നിരീശ്വര പ്രത്യയശാസ്ത്രങ്ങളെ സ്വീകരിക്കുന്നില്ല. ശക്തമായിട്ട് സഭ നിരീശ്വര പ്രത്യയശാസ്ത്രങ്ങളോട് പടവെട്ടുക തന്നെ ചെയ്യും. കാരണം സാധാരണക്കാരന് വിശ്വാസം അന്യം നിൽക്കുന്ന രീതിയിൽ എന്തൊക്കെ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്നു സഭ ഒരിക്കലും അനുകൂലിക്കില്ല. അത് പണ്ടും ഇപ്പോഴും അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് സഭയുടെ നിലപാട് വളരെ വ്യക്തമാണ്. എന്നാൽ ആരെയും വെറുക്കാൻ സഭ തയ്യാറല്ല. സഭ എല്ലാവരെയും സ്നേഹിക്കാനായിട്ടാണ് തയ്യാറ്. വ്യക്തികളെ സ്നേഹിക്കുന്നു, പക്ഷെ ആശയങ്ങളെ എതിർക്കുന്നു. തെറ്റായിട്ടുള്ള ആശയങ്ങളെ എപ്പോഴും വെറുക്കും. അതുകൊണ്ടാണ് കർത്താവ് പാപത്തെ വെറുത്തു, പാപിയെ സ്നേഹിച്ചു. ഇത് തന്നെയാണ് ഇരിങ്ങാലക്കുട രൂപത എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വിശ്വാസത്തിനെതിരായിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും സഭ എതിർക്കും. എന്നാൽ സഭ എല്ലാവരെയും കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യമാണ്. തൃശ്ശൂരും ചങ്ങനാശ്ശേരിയും താമരശ്ശേരിയും ഒക്കെ എടുത്ത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കടുത്ത നിലപാടുകൾ എടുക്കേണ്ടതായിട്ട് അവർക്ക് വന്നു. അത് തീർച്ചയായിട്ടും അങ്ങനത്തെ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഇരിങ്ങാലക്കുട രൂപതയും കടുത്ത നിലപാടുകൾ എടുത്തെന്നിരിക്കും. അല്ലെങ്കിൽ എന്നിരുന്നാൽ എന്തൊക്കെ കടുത്ത നിലപാട് എടുത്താലും ആരെയും വെറുക്കാൻ സഭ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും കൈകോർത്ത് ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഭേദമന്യേ എല്ലാവരെയും സഭ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആശയങ്ങളോട് യോജിക്കാനും ആശയങ്ങളോട് പൊരുത്തപ്പെടാനും സഭ ഒരിക്കലും തയ്യാറല്ല. എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് സൗഹാർദ്ദത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ണായി വാര്യർ കലാനിലയം അതുപോലെ ദേവസ്വം ഓഫീസൊക്കെ സന്ദർശിച്ചത്. പക്ഷേ ഇരിങ്ങാലക്കുടയ്ക്ക് അങ്ങനെ ഒരു പ്രഥമാനുഭവമാണെന്ന് തോന്നുന്നു. അത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ എന്താണ് പിതാവിന് ഉണ്ടായൊരു അനുഭവം? ഞാൻ ചെരമാൻ മസ്ജിദ് കൊടുങ്ങല്ലൂര് സന്ദർശിച്ചപ്പോഴും, ദേവസ്വം ബോർഡ് സന്ദർശിച്ചപ്പോഴും, ഉണ്ണായി വാര്യർ കലാനിലയം സന്ദർശിച്ചപ്പോഴും ഒക്കെ ഒരു കൂട്ടായിട്ടുള്ള സൗഹൃദവും കൂട്ടായിട്ടുള്ള സഹകരണവും ലഭിക്കുന്നതിൻ്റെ ഒരു വലിയ സ്വാഗതമാണ് അവിടെയൊക്കെ കണ്ടത്. എല്ലായിടത്തും വളരെ വെൽക്കമിങ് ആയിരുന്നു. എല്ലാവരും വളരെ സൗഹൃദപരമായിട്ട് സ്വീകരിച്ചു. അത് തന്നെ ഇന്ന് സമൂഹത്തെ ഉദ്ധരിക്കാനായിട്ടുള്ള, അതുപോലെ തന്നെ സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള വലിയൊരു കൂട്ടായ്മയുടെ അടയാളമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അപ്രകാരം സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഈ കൂട്ടായ്മയുണ്ടെങ്കിൽ അതിനൊരുപാട് നൂതനമായിട്ടുള്ള മാനങ്ങൾ കാണും, കുറേയും കൂടെ പ്രായോഗികമാക്കാനായിട്ട് എളുപ്പമാകും. ആ സൗഹൃദം പുതുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇരിങ്ങാലക്കുട രൂപത അതിർത്തി എന്ന് പറയുന്നത് കുറച്ച് കാർഷിക പ്രധാനമായിട്ടുള്ള മേഖലയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ കാർഷിക പരിസ്ഥിതി മേഖലകളിൽ സഭയ്ക്ക് ഇടപെടാനുള്ള സാധ്യതകളുണ്ടോ? അതിനുള്ള പദ്ധതിയുണ്ടോ? സഭയുടെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഇൻഫാം ഒക്കെ ആരംഭിച്ചത്. അത് വളരെ നല്ല രീതിയിൽ ഇന്ന് അതായത് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് കേരള കർഷകരുടെ ഇടയിലോ അല്ലെങ്കിൽ നെൽകൃഷി നടത്തുന്നവരുടെ ഇടയിലോ ഏറെ സ്വാധീനം അത് ചെലുത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ രൂപതയിൽ തന്നെ ഒറ്റപ്പെട്ട ചില പാടശേഖരങ്ങളിൽ ഇൻഫാമിന്റെ സ്വാധീനത്താൽ കുറേയേറെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് തുറവുംകുന്ന് ആ ഭാഗത്ത് ഉള്ള പാടശേഖരങ്ങളിലൊക്കെ ഇൻഫാമിന്റെ നേതൃത്വത്തിൽ കുറേയേറെ നെല്ല് കളക്ട് ചെയ്യുകയും അത് ന്യായവിലയ്ക്ക് വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതേപോലെ ഇന്ന് കർഷകരുടെ ഇടയിൽ ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കത്തക്ക വിധത്തിൽ കർഷകരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഒരു പരിശ്രമം മുന്നോട്ട് പോകേണ്ട ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന്റെ പരിശ്രമങ്ങൾ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ചരിത്ര പ്രധാനവും പുരാതനവുമായ വിവിധ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഇരിങ്ങാലക്കുട രൂപതയുടെ അധിപനായി ഏപ്രിൽ മാസം 18-ാം തീയതി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഫാദർ പോളി കണ്ണൂക്കാടന് അദ്ദേഹത്തിന്റെ വരുംകാല പ്രവർത്തനങ്ങളിൽ എല്ലാ നന്മകളും ആശംസിക്കുന്നതോടൊപ്പം രൂപതയെയും ഇരിങ്ങാലക്കുടയിലെ പൊതു സമൂഹത്തെയും ശക്തമായി നയിക്കുന്നതിന് സർവേശ്വരൻ അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഇരിങ്ങാലക്കുട.com ആശംസിക്കുന്നു.